അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ പ്രവാചകന്മാർക്ക് അള്ളാഹു വിജയം കൊടുത്ത ദിവസമാണ് മുഹറം 10. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കൊടിയ ശത്രുക്കൾക്ക് അള്ളാഹു പരാജയം കൊടുത്ത ദിവസത്തിൻ്റെ പേരാണ് മുഹറം 10. എൻ്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട പിതാവായ അബൂനാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് ജന്മം കൊള്ളുന്ന ദിവസം മുഹറം 10 ആണ്. ഇതേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച ദിവസവും മുഹറം 10 തന്നെയാണ്. അള്ളാഹുവിൻ്റെ മനോഹരമായ ദൈവിക സിംഹാസനമായ അർശിനെ അള്ളാഹു പടക്കുന്നത് മുഹറം 10 എന്നാണ്. ഈ ഭൂമിയെ അള്ളാഹു സൃഷ്ടിച്ച ദിവസവും മുഹറം 10 ആണ്. ഭൂമിയും 7ഓളം ആകാശങ്ങളെയും അള്ളാഹു പടച്ച തമ്പുരാൻ സൃഷ്ടിച്ച ദിവസവും മുഹറം 10 തന്നെയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ജനിച്ച ദിവസമാണ് മുഹറം 10. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ധിക്കാരിയായ നമ്രൂദ് രാജാവിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് അള്ളാഹു മോചിപ്പിച്ച ദിവസമാണ് മുഹറം 10. ഏറ്റവും വലിയ അഹങ്കാരിയാണെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ഫിർഔനിൽ നിന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു മോചനം കൊടുത്ത ദിവസമാണ് മുഹറം 10. ഈ ഫിർഔനിനെ ചെങ്കടലിൽ അള്ളാഹു മുട്ടിക്കൊന്നു കളഞ്ഞ ദിവസമാണ് മുഹറം 10. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരമാസകലം ചീഞ്ഞു നാറുന്ന അസുഖം പിടിപെടുകയാണ്. ഒരാൾ പോലും തന്റെ മുന്നിലേക്ക് കടന്നു വരുന്നില്ല. എല്ലാവരും സ്വന്തം ഭാര്യ ഒഴികെ എല്ലാവരും കൈവിട്ട് കളഞ്ഞു. അത്രയും വലിയ ദുർഗന്ധം വമിക്കുന്ന അസുഖം മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ പിടിപെട്ടു. കാലങ്ങളോളം വർഷങ്ങളോളം ആ അസുഖത്തിന്റെ പിന്നിലായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അസുഖത്തെ അള്ളാഹു ഭേദമാക്കി കൊടുത്ത ദിവസമാണ് മുഹറം 10. അതുപോലെ തന്നെ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വലിയ ഒരു മത്സ്യം വിഴുങ്ങുകയാണ്. ഒരുപാട് ദിവസം ആ മത്സ്യത്തിന്റെ വയറ്റിലായിരുന്നു മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അള്ളാഹു യൂനുസ് നബിയെ പുറത്തേക്ക് കൊണ്ടുവന്ന ദിവസമാണ് മുഹറം 10. അതുപോലെ തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം യൂസുഫ് നബിയുടെ വാപ്പയാണ്. തന്റെ സഹോദരങ്ങളെല്ലാം യൂസുഫ് നബിയെ ചതിച്ച ഒരു സംഭവം നമുക്കറിയാം. ചരിത്രം വളരെ വിശാലമാണ്. അങ്ങനെ തന്റെ സ്വന്തം മകനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നഷ്ടപ്പെട്ട കാരണത്താൽ കരഞ്ഞ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി തന്നെ നഷ്ടപ്പെട്ടു പോയി. കണ്ണ് തന്നെ നഷ്ടപ്പെട്ടു പോയി. അന്ധത ബാധിച്ചു. ആ കണ്ണിന്റെ കാഴ്ച ശക്തി അല്ലാഹു തിരിച്ചു കൊടുത്തത് മുഹറം 10 എന്നാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ നങ്കൂരമിട്ടത് മുഹറം 10 എന്നാണ്. ഈ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരു കാരണവുമില്ലാതെ അകാരണമായി ജയിലിനകത്തേക്ക് പ്രവേശിപ്പിച്ചപ്പോ ആ ജയിലിൽ നിന്നും യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു മോചനം കൊടുത്തത് മുഹറം 10 സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു രാജാവാക്കിയത്, രാജാധികാരം കൊടുത്ത ദിവസമാണ് മുഹറം 10. അതുപോലെ തന്നെ ഇന്നും ജീവിച്ചിരിക്കുന്ന മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അല്ലാഹു ആകാശത്തേക്ക് ഉയർത്തിയ ദിവസമാണ് മുഹറം 10. അങ്ങനെ ഒരുപാട് ചരിത്ര സത്യങ്ങൾക്ക് സാക്ഷ്യമായ ഒരു ദിവസമാണ് മുഹറം 10. മുഹറം 1 മുതൽ 10 വരെ നോമ്പെടുക്കൽ സുന്നത്താണ്. പ്രത്യേകിച്ച് മുഹറം 10 അന്ന് സുന്നത്താണെങ്കിൽ പോലും ആ മുഹറം 10 ബുധനാഴ്ചത്തെ നോമ്പ് നമ്മൾ ഒരാളും ഒഴിവാക്കാൻ പാടില്ല. വലിയ പുണ്യമുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചത് മുഹറം മാസത്തിലാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ആ മുഹറം 10 നോമ്പ് ഒരാളും ഒഴിവാക്കാൻ പാടില്ല. അതുമാത്രമല്ല, മുഹറം 10 അന്ന് കുടുംബങ്ങൾക്ക് ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുത്താൽ ആ വർഷം മുഴുവനും അള്ളാഹു അവന് ഐശ്വര്യം കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹറം 10 നോമ്പ് നമ്മുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ കൊണ്ടും നമ്മുടെ മക്കളെ കൊണ്ട് നമ്മളൊക്കെ അത് നോമ്പനുഷ്ഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം. ചിക്കനോ മട്ടനോ നല്ലൊരു ഭക്ഷണം അന്ന് കഴിച്ചോട്ടെ. അന്ന് നമ്മുടെ കുടുംബങ്ങളിൽ വിശാലത ചെയ്തു കൊടുത്താൽ ആ
വർഷം മുഴുവനും അല്ലാഹു അവനെ ഐശ്വര്യം കൊണ്ട് മൂടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി തങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് വർഷങ്ങളോളം ഞങ്ങൾ അങ്ങനെ ചെയ്യുകയും നബി തങ്ങൾ പറഞ്ഞതുപോലെ ആ വർഷം മുഴുവനും ഞങ്ങൾക്ക് അല്ലാഹു ഐശ്വര്യം നൽകുകയും ചെയ്തിട്ടുണ്ടെന്ന് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ റഹ്മാനേ.